വരുമ്പോ അതിനെ അവഹേളിക്കുമ്പോ അതിനെ നിസ്സാരമായി കാണുമ്പോ അല്ലാഹു നിനക്ക് തരുന്ന ഏഴാമത്തെ ശിക്ഷ നിന്നെ ഇബ്ലീസിന്റെ അനുയായി ആക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, നാളെ നീ പിശാചിന്റെ ആൾക്കാരുടെ കൂടെയാ, ഇബ്ലീസിന്റെ അനുയായി ആയിത്തീരുകയാണ്, ഇബ്ലീസിന്റെ കൂട്ടാളിയായി തീരുകയാണ്. അല്ലാഹു നിന്നെ ഇബ്ലീസിന്റെ കൂട്ടാളിയാക്കുമെന്ന് ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിപ്പിച്ച ഒരുപാട് പേരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. എത്രയോ കൊലകൊമ്പന്മാരെ ഇബ്ലീസ് പഠിപ്പിച്ചില്ലേ, അവന്റെ അനുയായി ആക്കിയില്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നീ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന്റെ അനുയായിയാക്കുകയാണ്. ഖുർആൻ ഇവിടുന്ന് നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഉത്ബോധനത്തിനെ തൊട്ട് നീ തിരിഞ്ഞു കളഞ്ഞാൽ ഇബ്ലീസിന് വല്ലാത്ത സ്വാധീനമാ, ഇബ്ലീസിന് നിന്റെ കാര്യത്തിൽ വല്ലാത്ത സ്വാധീനമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീ അതിനെ വിട്ടുകളഞ്ഞാൽ അല്ലാഹു ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ കൊടുക്കുകയാ, ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇബ്ലീസ് കൂടിക്കഴിഞ്ഞാൽ, ശൈത്താൻ നിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ലല്ലോ, പിന്നെ സർവ്വതും തകർന്നല്ലോ, അത് നിന്റെ നാശമാണല്ലോ, നിന്റെ നാശമാണല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ പലരും ഇങ്ങനെ ആയിപ്പോയത്, പലരുടെയും ജീവിതം ഇങ്ങനെ ആയത്. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പടച്ചവനെ മുസ്ലിമീങ്ങളെ മാത്രമല്ല രോഗികളും പ്രായമുള്ളവരും എന്തിന് അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ. ഈ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ അമുസ്ലിമീങ്ങൾ പോലും ഈ മാസത്തെ ആദരിക്കുമല്ലോ, ബഹുമാനിക്കുമല്ലോ. പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, പരസ്യമായി നിന്ന് സിഗരറ്റ് വലിക്കുന്ന അബൂബക്കറിനെ കാണാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരിട്ടിട്ട് പരസ്യമായി വീടി വലിച്ചുകൊണ്ട് നടക്കുന്നവനെ കാണുമല്ലോ, പരസ്യമായി നിന്ന് കുടിക്കുന്നവനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു അവനെ ഇബ്ലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാ, അവൻ ഇബ്ലീസിന്റെ അനുയായിയാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അവനെ ചിന്തിക്കാത്തവനോ, അതിനെ പരിഗണിക്കാത്തവനോ, അതിനെ നിസാരമായി തള്ളുന്നവനോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് അല്ലാഹു തരുന്ന 7 ശിക്ഷകളാ, ഇത് നിസാരമായി കാണല്ലേ, ഇത് നിസാരമായി കാണല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്ക, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ പാരായണം ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ തേങ്ങുമല്ലോ. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ലല്ലോ, സർവ്വതും തകർന്നു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യുന്ന വീടുകളാകും. ശഅബാനെത്തിയല്ലോ, റജബുൻ സഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. വശഅബാനു ശഹരി, എന്റെ മാസമാണ് ശഅബാൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മാസം വന്നല്ലോ. പടച്ചവനെ, റമളാൻ വരികയല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ എന്ന പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് ആ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് നമ്മുടെ വീട് പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ജീവിതം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ആഖിറം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ 6 അടി മണ്ണോ. പടച്ചവനെ, ഫുളൈലിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ തന്റെ പരിധിയിൽ കൊണ്ടുവരുമായിരുന്നു, ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് ഫുളൈല്. അപ്പോഴാണ് പടച്ചറപ്പേ ഒരു
സുന്ദരിയായ പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിന്റെ പുറകെ പോവുകയാ. തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി. പക്ഷേ പെണ്ണ് തയ്യാറാകുന്നില്ല. എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി, ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി. പടച്ചവനെ, പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതിൽ ചാടുകയാ. സുന്ദരിയായ പെണ്ണിന്റെ വീടിനകത്ത് കടന്നു ചെന്നു. വാതില് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി ആഗ്രഹം പറഞ്ഞു. പെണ്ണ് സഹകരിക്കാതെ വന്നപ്പോ ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. ആരോഗ്യമുള്ളവനാണ്. പടച്ചവനെ, ആ പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തുകയാ. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ തയ്യാറെടുക്കുമ്പോ അവിടെ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി രണ്ട് കാലുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇരുന്ന് പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, കേട്ടില്ലേ ഫുളൈലേ, കേട്ടില്ലേ ഫുളൈലേ, നന്നാകാ സമയമായില്ലേ? അടുത്ത വീട്ടിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ, ആയത്തിന്റെ അർത്ഥമോർത്തപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫുളൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നന്നായെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നടുത്ത വീട്ടിലെങ്ങാണം ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടാൽ ഇന്ന് കേൾക്കാറില്ലല്ലോ. പടച്ചവരെ, ഒരു വീടിനകത്തും കേൾക്കാറില്ല. ഇന്ന് മഗ്രിബ് കഴിഞ്ഞ സീരിയലിന്റെ ശബ്ദമാ. എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിലാ. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യാസീൻ ഓതേണ്ട സമയമല്ലേ, വാക്യ ഓതേണ്ട സമയമല്ലേ, സജദ ഓതേണ്ട സമയമല്ലേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ട സമയമല്ലേ, പടച്ചവനെ സൂറത്തുർ റഹ്മാൻ ഓതേണ്ട സമയമല്ലേ? ഇതിന്റെയൊക്കെ പ്രതിഫലം ചെറുപ്പകാലം മുതലേ പഠിച്ചവളല്ലേ? അല്ലാഹുവേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്ത ആരാവുള്ളത്, അറിയാത്ത ആരാവുള്ളത്? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് പടച്ചവനെ സ്വഹാബത്ത് കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സ്വഹാബത്ത് വരുന്നത്. പാവപ്പെട്ടവനാണല്ലോ. അവസാനം മരണത്തോട് മല്ലടിക്കുന്ന സ്വഹാബികളുടെ ചാരത്ത് ചെന്നിട്ട് കുറച്ചു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും നിങ്ങൾ കരുതി വെച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ പെമ്മക്കളൊക്കെ വളർന്നു വരികയല്ലോ, അവരുടെ വിവാഹം നടത്തണമല്ലോ, അതുകൊണ്ട് ഈ പൈസ ഇന്നാ എന്ന് പറഞ്ഞു ഉസ്മാൻ തങ്ങൾ കൊടുക്കുമ്പോ സ്വഹാബി കരയുകയാ. സ്വഹാബി കരയുകയാ, ഉസ്മാനേ, എന്റെ പെമ്മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല, എന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് എനിക്ക് പേടിയില്ല എന്ന് സ്വഹാബി വര്യനവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് കയറി ചെന്ന ഉമ്മ സീരിയല് കാണുകയാ. ഓരോ മൊബൈലെടുത്ത് വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന മക്കളുണ്ട്. പടച്ചവനെ, കാർട്ടൂണ് കാണുന്ന മക്കളുണ്ട്. പാല് കുടിക്കുന്ന കുഞ്ഞുമെന്ന കാർട്ടൂണ് കാണുന്ന കാലമാ.
എവിടെ ചെന്നാലും ഓരോ കുട്ടികളുടെ കയ്യിലും വലിയ വലിയ ഫോണുകളാ. കാലമിങ്ങനെ ആയിപ്പോയില്ലേ? അല്ലാഹുവേ, സൂറത്തുൽ മുൽക്ക് സാധാരണ സൂറത്തല്ലല്ലോ, 6 അടി മണ്ണിനകത്ത് പ്രകാശമാകുന്ന സൂറത്തല്ലേ, 6 അടി മണ്ണിനകത്ത് കൂട്ടുകാരനാകുന്ന സൂറത്തല്ലേ. ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും പാരായണം ചെയ്യാത്തത്? സൂറത്തു യാസീൻ ഓതണമല്ലോ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിനക്ക് ജന്മം നൽകിയ അല്ലാഹു തന്ന ആയുസ് നിനക്ക് വേണ്ടി മാറ്റിവെച്ച നിന്റെ വാപ്പ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തല്ലേ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലല്ലേ? അവർക്ക് നന്മ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ മരിച്ചു പോയവർക്ക് വേണ്ടി വീടിനകത്ത് മഗ്‌രിബ് കഴിഞ്ഞിട്ടിരുന്നൊരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ നിനക്ക് കഴിയാതെ പോയില്ലേ പെങ്ങള്? സൂറത്തു റഹ്മാൻ പാരായണം ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താ റഹ്മത്തിന്റെ മലക്കുകളാ വീട്ടിലേക്ക് വരുമല്ലോ. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് വരെ കഴിഞ്ഞതൊക്കെ പോകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത്രയും കാലം ചെയ്തതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പിരിയാം. പക്ഷേ ഇന്നൊരു തീരുമാനമെടുക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഞാൻ എടുക്കും. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ എടുക്കും. 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഞാൻ ഖുർആൻ നോക്കി ഓതും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.